പരിശുദ്ധമായ പുണ്യഭൂമിയിൽ വന്നിട്ട് അമ്മയുടെ കൃപയാൽ എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചിന് ദൈവപിതാവിനും അമ്മ മാതാവിനും കർത്താവായ ഈശോ മിശിഹായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഓമന. സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പുതുപ്പാടിയിലാണ് എൻ്റെ വീട്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തത് 14/8/2021 എനിക്ക് കിട്ടിയ അനുഗ്രഹം. എനിക്ക് നടുവിൻ്റെ എല്ല് തേയ്മാനം, എല്ല് ബൾജിങ്ങായി തള്ളിയിരിക്കുന്ന രോഗമായിരുന്നു. ഒന്ന് നടക്കുവാനോ ഇരിക്കുവാനോ കിടക്കുവാനോ പറ്റാത്ത ഒരു രോഗമായിരുന്നു. ആ രോഗത്തിലൂടെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നല്ല, കാണിച്ച് ആ മരുന്ന് ഒരു പ്രാവശ്യം കഴിച്ചുള്ളൂ. ആ എല്ലിൻ്റെ മരുന്ന് കഴിക്കണം, കാരണം മുടി കൊഴിഞ്ഞു പോകുക. അത് കാരണം ആ മരുന്ന് ഞാൻ ഒഴിവാക്കി. ഇപ്പോൾ ഞാൻ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ അമ്മ മാതാവ് ഈശോയാണ് എൻ്റെ ഡോക്ടർ. അങ്ങനെ പറഞ്ഞാണ് രാവിലത്തെ പ്രാർത്ഥനയിലും വൈകുന്നേരത്തെ പ്രാർത്ഥനയിലും ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും തേനും ഉപ്പും എൻ്റെ അമ്മ മാതാവും ഈശോയാണ് എൻ്റെ ഡോക്ടർ. എന്നെ പുറത്ത് ഡോക്ടറെ കാണിക്കുക അമ്മ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഞാൻ കഴിക്കുന്നത്. എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കണ്ട എല്ലാവർക്കും അതിശയാവും. എന്നാലും ഞാനൊരു ഡോക്ടറെ മരുന്ന് കഴിക്കലുമില്ല. എന്ത് രോഗം വന്നാലും ഡോക്ടറെ മരുന്നും കഴിക്കലില്ല. അമ്മയുടെ ഉടമ്പടി തൈലം തേനും ഉപ്പാണ് കഴിക്കുന്നത്. അതിലൂടെയാണ് എൻ്റെ രോഗങ്ങൾ മാറിയത്. ഈ രോഗവും അല്ലാത്ത ചെറിയ ചെറിയ രോഗങ്ങളും അതുപോലെ ഇവിടുത്തെ ഉടമ്പടി പുതുക്കുന്നതിലൂടെ ആ വിളക്കിലത്തെ എണ്ണ ഉപയോഗിച്ചിട്ടും എൻ്റെ കൈമലും ഉള്ള രോഗങ്ങളൊക്കെ മാറിയത്. അതാണ്, വേറൊരു മരുന്നും കഴിച്ചിട്ടുമില്ല. പിന്നെ അമ്മ ഈ 2023 ഒക്ടോബർ ഈ അമ്മയുടെ ജപമാല റാലിയിലൂടെ നടക്കാൻ പറ്റാത്ത ഞാൻ ഒരാഴ്ച നടന്നിട്ട് 2 ദിവസം നടന്നിട്ട് ഒരാഴ്ച ഫിസിയോതെറാപ്പി ഞാൻ ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ട് അമ്മ വന്ന് വിളിച്ചിട്ടാണ് ഞാനിവിടെ ജപമാല റാലിക്ക് വന്നതും ഉടമ്പടി എടുത്തതും അമ്മ വന്ന് വിളിച്ചിട്ടാണ്. അപ്പോൾ 5.5 മണിക്കൂർ നടക്കാൻ എനിക്ക് സാധിച്ചതും ഈ രോഗം അതിലൂടെ എനിക്ക് മാറിയതും കൂടാതെ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ഉടമ്പടി കാശുരൂപം തന്ന കൈവെപ്പ് പ്രാർത്ഥനയിലൂടെയും ഉടമ്പടി കാശുരൂപം എൻ്റെ കഴുത്തിൽ ഇട്ടിട്ട് ഇട്ടില്ലെങ്കിൽ അന്നപ്പം എനിക്ക് അസ്വസ്ഥത വരും. ആ ഉടമ്പടി കാശുരൂപം ഇപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട്. അച്ഛൻ തന്ന ഉടമ്പടി കാശുരൂപം. അതിലൂടെയാണ് ഞാൻ ഇപ്പം ഇങ്ങനെ നടക്കുന്നത്. പിന്നെ അതിലൂടെ ഞാൻ ഒരു സംരംഭം തുടങ്ങി, ഹോം മെയ്ഡ് സോപ്പ് നാച്ചുറൽ. ആ സോപ്പിൻ്റെ ഒരു സംരംഭം തുടങ്ങാനും പുറത്ത് പോയി ആഴ്ചയിൽ 3 ദിവസം വെയിലും മഴയും കൊണ്ടിട്ട് കച്ചവടം ചെയ്യുന്നു. അതിലൂടെ എനിക്കൊരു ഷോപ്പ് അമ്മ മാതാവ് അനുഗ്രഹിച്ച് തന്നതും അതൊരു നിയോഗം. പിന്നെ ഈ 2026 ഫെബ്രുവരി മാസത്തിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ ആ പ്രാർത്ഥനയിൽ അച്ഛൻ പറയും അമ്മ 7 എന്ന അക്കം കാണിക്കുന്നുണ്ട്. ആ അക്കത്തിലൂടെ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗം സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനൊരു ഷോപ്പും കൂടി എടുക്കാൻ നിന്നു, തുണി ഷോപ്പ്. അതായത് ഈ സോപ്പിൻ്റെ ഷോപ്പിൽ കുറച്ച് തുണികളുണ്ടായിരുന്നു. അത് ഉള്ളിലത്തെ ഷോപ്പായ കാരണം കച്ചവടം നടക്കുന്നില്ല. അപ്പം ഞാൻ അതിലൂടെ ഒരു ഷോപ്പ് ഹൈവേ റോഡ് സൈഡിൽ തന്നെ ഒരു ഷോപ്പ് എടുത്ത്, തുണി ഷോപ്പ്. അന്ന് എൻ്റെ കയ്യിൽ കുടുംബശ്രീയിലെ ആന്തരിക വായ്പ ഒരു 30,000 രൂപയുള്ളൂ. 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം, ഈ ഷോപ്പും തുടങ്ങണം. അങ്ങനെ ആ ഒരാഴ്ചൻ്റെ ഉള്ളിൽ എനിക്കറിയില്ല എങ്ങനെയാണെന്ന് 6.5 ലക്ഷം രൂപയായി. അതിൻ്റെ വർക്കിനും മെറ്റീരിയൽസ് എടുക്കാനും പോകാനും എല്ലാത്തിനും. ആ പൈസ എങ്ങനെയാണെന്ന് പറയും. പിന്നീട് ഞാൻ കൂട്ടി നോക്കുമ്പോൾ 6 ലക്ഷം രൂപയായി. അത് അമ്മ ഏതെല്ലാം വഴിക്ക് എനിക്ക് നടത്തി തന്നു. ഇപ്പം ഞാൻ അതിനൊരു ലോണ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ട് പാസ്സാവാൻ വേണ്ടിയിട്ട്. അത് പാസ്സായ ആ കടങ്ങളൊക്കെ വീട്ടിൽ ലോണ് മാത്രം അടച്ചാൽ മതി. അങ്ങനെ ഞാനൊരു തുണി ഷോപ്പ് തുടങ്ങി. ഇപ്പോൾ 2 ഷോപ്പുണ്ട്, തുണീൻ്റെ ഉണ്ട് സോപ്പിൻ്റെ ഉണ്ട്. ഇപ്പോഴും സോപ്പിൻ്റെ കച്ചവടത്തിൽ ഞാൻ പുറത്ത് പോകലുണ്ട്. അങ്ങനെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഞാൻ ഫേസ്ബുക്കിലാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത്. അന്ന് എൻ്റെ ഫോണ്
2G ആയിരുന്നു. കറങ്ങി കറങ്ങി നിൽക്കും. 1 മണിക്കൂർ കാണേണ്ടത് 4 മണിക്കൂറൊക്കെ ആവണം. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇവിടുത്തെ രാവിലത്തെ പ്രാർത്ഥന പേപ്പറിൽ എഴുതി പ്രാർത്ഥിക്കല, അവിടുത്തെ കടയിൽ നിന്ന് തിരി വാങ്ങിയിട്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കും കുട്ടികൾ ഭക്ഷണത്തിന് ആർത്തി പിടിക്കുന്ന പോലെ ഞാൻ ആർത്തി പിടിക്കുന്നു. ഒരു പത്രം കിട്ടാനും ഒരു ഉടമ്പടി തൈലം തേനും ഉപ്പും കിട്ടാനും. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം പുലർച്ചെ പ്രാർത്ഥനയ്ക്ക് എന്നെ അമ്മ മാതാവ് വന്ന് ഓമനേന്ന് പറഞ്ഞാൽ നല്ലൊരു സ്വരം 2 പ്രാവശ്യം വിളിച്ച്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഈ പത്രത്തിന് വേണ്ടി ആർത്തി പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പണ്ട് ആ പുലർച്ചെ രാവിലെ എനിക്ക് പത്രം, ഉടമ്പടി തൈലം തേനും ഉപ്പും വേറൊരു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ഞാൻ അറിയുന്നൊരു ചേച്ചിയാണ്. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്ത് ആ ചേച്ചീൻ്റെ വീട്ടിലേക്ക് ഉടമ്പടി എടുത്ത് വരുമ്പോൾ മാതാവ് ആ ചേച്ചീനെ റൂട്ട് തിരിച്ച് ആ ചേച്ചിയുടെ വീട്ടിലേക്ക് ആക്കി, എൻ്റെ വീടിൻ്റെ അടുത്ത ചേച്ചീൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ആ ചേച്ചി വീടിൻ്റെ അടുത്ത ആ ചേച്ചീനെ വിളിക്കുമ്പോൾ ഇവിടെ മാതാവ് വന്ന് എന്നെ വിളിക്കുക ഓമനേന്ന്. അങ്ങനെയാണ് ഞാൻ 2019 കൃപാസനത്തെ പറ്റി അറിഞ്ഞിട്ട് 2021 ഞാൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞാൻ സ്വന്തം തന്നെ എൻ്റെ വീട്ടുകാരറിയാണ്ട് ഭർത്താവ് ഒന്നറിയാണ്ട് വന്ന്, എൻ്റെ വീട് തൃശ്ശൂരാണ്, അങ്ങനെ വന്നെടുത്തത്. പിന്നെയാണ് ഇപ്പം ഭർത്താവ് അറിഞ്ഞിട്ടാട്ടോ വന്ന്. പ്രാർത്ഥനയ്ക്ക് ഞാൻ സ്വന്തം തന്നെ പ്രാർത്ഥിക്കുന്നു, അവരൊന്നും പ്രാർത്ഥിക്കില്ല. പക്ഷെ അവർക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 2021 തൊട്ട് ഈ സമയം വരെയും പ്രാർത്ഥനയിലായിരുന്നു. അതിന് മുന്നേ ഞാൻ TV കാണലും സിനിമയ്ക്ക് പോലും കൂടുതലായിട്ടില്ല, എനിക്കിഷ്ടപ്പെടുക മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ 2021 ഉടമ്പടി എടുത്ത് തൊട്ട് ഈ സമയം വരെ TV കാണലില്ല, ഫുള്ളും പ്രാർത്ഥനയിൽ. സോപ്പ് ഉണ്ടാക്കുമ്പോൾ സാക്ഷ്യം കാണലും ധ്യാനം കൂടലും, തുണിക്കടയിൽ വെക്കുമ്പോഴും സാക്ഷ്യം കാണലും ധ്യാനം കൂടലും ഷെയർ ചെയ്യലും സ്റ്റാറ്റസ് ഇടലും ഒക്കെയാണ്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പുലർച്ചയ്ക്ക് 4 മണിക്ക് ഞാൻ എണീക്കും, വചനം വായിക്കുന്നു, എണീച്ച് വചനം വായിക്കും. രാത്രി കിടക്കുമ്പോഴും വചനം വായിക്കും. വചനത്തിലൂടെയാണ് എണീക്കണതും കിടക്കുന്നതും. അന്നപ്പോൾ 1/2 മണിക്കൂർ വചനം വായിക്കും, ബൈബിളും കൊന്തം ചെല്ലും. പിന്നെ അതിൽ 5 മണിക്ക് ഉടമ്പടി പ്രാർത്ഥന ആദ്യത്തെ ചെല്ലും, അതിൽ വചനം വായിക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് 5:30 കൂടും. ആ ഡെയിലി ബ്രെഡിലൂടെയാണ് എൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ അമ്മ സാധിച്ചു തരുന്നത്. പിന്നെ എനിക്ക് സുഗന്ധമൊന്നും വരുന്നില്ല. 1 തിരിയിലെ അമ്മയുടെ രൂപം, റോസാപ്പൂവിൻ്റെ രൂപം, തിരുഹൃദയത്തിൻ്റെ രൂപം. പിന്നെ ഒരു ഡിസംബർ 7 അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനോടനുബന്ധിച്ച് 2024 ഇങ്ങനെ 7 എന്ന അക്കം ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ സോക്കേസിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു 7 എന്നൊരക്കം. പിന്നെ അമ്മേനെ സ്വപ്നം കാണലോ, ജോസഫ് അച്ഛനെ ഉറക്കത്ത് കാണാതും ഈശോനൊക്കെ കാണലൊക്കെ ഉണ്ട്. സുഗന്ധം മാത്രമല്ല എന്നുള്ളൂ. പിന്നെ മഴവില്ലും കാണല്ലോ. പണ്ടൊക്കെ മഴവില്ല് കാണുമ്പോൾ എനിക്ക് അതിനെ അർത്ഥം അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് മഴവില്ലിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നത്. അതേ പിന്നെ കണ്ടിട്ടുമില്ല. പിന്നെ എനിക്ക് അമ്മയില്ല. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയില്ലാത്തതായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു 6 ഫ്രണ്ട് ഉണ്ട്. അവരൊക്കെ എൻ്റെ മുന്നിൽ അമ്മേൻ്റെ മടിയിൽ കിടന്ന് ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു സങ്കടമാണ്. ഒരമ്മേൻ്റെ സ്നേഹം വാത്സല്യം എനിക്കില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ജീവിച്ചിപ്പോൾ ഉടമ്പടി എടുത്ത് തൊട്ട് എൻ്റെ അമ്മ മാതാവ്, എൻ്റെ അമ്മ. ഇന്നലെ ബസ്സിലും ഒരു ഉമ്മ ചോദിച്ചു എന്നോട്, മോളെ എവിടെയാണ് പോവാണ്? ഞാൻ പറഞ്ഞ ആലപ്പുഴയിലേക്ക്. എവിടേക്ക്? അമ്മ വീട്ടിലേക്ക്. അമ്മേൻ്റെ അടുത്താന്ന് പറഞ്ഞു. എൻ്റെ അമ്മേൻ്റെ അടുത്താന്ന് പറഞ്ഞ്. എൻ്റെ അമ്മ സ്വന്തം അമ്മ വീടാണിത്. അതാണ് അമ്മേനെ വിശ്വസിക്കാൻ എനിക്ക് അമ്മയുടെ ദുഃഖമായിരുന്നു. ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു തലോടലും ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇതും അമ്മ എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ വചനം വായിക്കലും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ഹോം പോയിട്ട് ഞാൻ കച്ചവടം ചെയ്യുമ്പോൾ അവിടെ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങിയിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കും. അതേപോലെ അവിടുത്തെ അമ്മമാർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കലുണ്ട്. ഇപ്പോൾ ചോറ് പൊതിയൊന്നും കൊടുക്കില്ല. ആദ്യമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് സമയമില്ല. തുണി ഷോപ്പിലല്ലാണ്ട് പുറത്ത് കച്ചവടത്തിലല്ലാണ്ട് അങ്ങനെയാണ്. അപ്പോൾ പുറത്ത് കച്ചവടം ചെയ്യുമ്പോൾ ഭിക്ഷക്കാർ എൻ്റെ അടുത്ത് വരും, മോള് പൈസ തരണ്ടെന്ന്. ഞാൻ സോപ്പൊക്കെ അവർക്ക് കൊടുക്കും. സോപ്പ് ഉപയോഗിച്ചിട്ട് അവർ പറയും നല്ല മോളെ കാര്യം എന്നെ കെട്ടിപ്പിടിക്കും. ഭിക്ഷക്കാർ വന്നാൽ മറ്റുള്ളവർ നോക്കും. എനിക്കത് ഇഷ്ടമാട്ടോ. ഒരു അമ്മ ഇല്ലാണ്ട് കെട്ടിപ്പിടിക്കാൻ ഒരു ഭിക്ഷക്കാർക്ക് ഒരമ്മ ഉണ്ടല്ലോ എന്നൊരു ചിന്ത ഉണ്ട്.
പിന്നെ അങ്ങനെ എല്ലാവർക്കും അവർക്ക് സോപ്പായിട്ടും ഭക്ഷണം വാങ്ങി കൊടുക്കലും പൈസ ആയിട്ടൊക്കെ കൊടുക്കും. പിന്നെ ഇതേപോലെ ഞാൻ ചൂടുകാലത്ത് കച്ചവടം ചെയ്യുമ്പോൾ, വെയിൽ കൊണ്ട് കച്ചവടം ചെയ്യുമ്പോൾ വൈകുന്നേരം ചായ കുടിക്കാൻ നേരത്തല്ല, വൈകുന്നേരം നേരത്ത് എനിക്ക് ഒരാൾ ചായയും കടിയും കൊണ്ടു തന്നു. അത് 2024. അപ്പോൾ ഞാൻ വിചാരിച്ചു, അവരോട് ചോദിച്ചു ഈ ചായയും കടി ആർക്കുള്ളതാന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ പറഞ്ഞു, അയാളെനിക്ക് തന്നിട്ട് പോയി. നല്ല ഹൈറ്റുള്ള ഒരാൾ, ഒരു പ്രായമുള്ള ആൾ. ഞാൻ അയാൾ അന്നപ്പോൾ ഒരു നോട്ടം കണ്ട് പിന്നെ ചായയും കടി അവിടെ വെച്ചാലാണ് ഞാൻ അയാളെ നോക്കി നടക്കുക. അവിടെ ഈ ആളെ ഞാൻ അന്ന് കണ്ട പിന്നെ ഇന്ന് വരെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈശോയുടെ ദൂതനെ പറഞ്ഞു വിടുന്ന പോലെ എൻ്റെ അടുത്ത് ഈശോ വന്ന് എനിക്ക് തന്നതാന്ന് തോന്നുന്നുണ്ട് ചായയും കടിയും. ആ ചായയും കടിക്കുള്ള നല്ലൊരു രുചിയും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ എന്നോട് പാവപ്പെട്ടവർ ഒരു ചേച്ചി വന്നോണ്ട്, ചേച്ചി എനിക്ക് സുഖമില്ല, ആരും നോക്കാനില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവർക്ക് പൈസ ആയിട്ടും ഡ്രസ്സായിട്ടും അങ്ങനെ കൊടുക്കും. പിന്നെ മെയ് മാസം 30-നാണ് എൻ്റെ ബർത്ത്ഡേ. അങ്ങനെ ഞാൻ ബർത്ത്ഡേക്ക് കേക്കും വാങ്ങി, എൻ്റെ ഒരു ഫ്രണ്ട് വഴി കേട്ടോ കേക്ക് വാങ്ങി. പിന്നെ അവിടുത്തെ ഓൾഡ് ഏജ് ഹോം പോയിട്ട് കിടപ്പ് രോഗികൾക്ക് അവർക്ക് ഷുഗർ വരാത്ത പലഹാരമൊക്കെ വാങ്ങി അവരവിടെ പോയി ഞാൻ കേക്ക് മുറിച്ച് അവർ കിടപ്പ് രോഗികൾക്ക് വായിൽ വെച്ച് കൊടുത്ത് അങ്ങനെ സന്തോഷത്തിൽ കൂടുവാൻ എനിക്ക് അമ്മ കൃപ തന്നെ. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കച്ചവടത്തിന് പോകുമ്പോൾ എല്ലാവർക്കും, എല്ലാ ജാതിക്കാർക്കും കൊടുക്കും. അതുപോലെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക, ഇത് കീറുക ഒന്നും ചെയ്യില്ല, ഒന്നല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക. അങ്ങനെ ഞാൻ പറയൽ. താല്പര്യം ഇല്ലാത്തവർക്ക് ഞാൻ കൊടുക്കും. കൂടുതലും ഈ ട്രെയിനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഞാൻ കൊടുത്തിട്ട് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ നോക്കുമ്പോൾ ട്രെയിനിൽ കൊടുത്ത് നോക്കി കഴിയുമ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ ആ പത്രമൊക്കെ ആ സീറ്റിൻ്റെ മുകളിൽ. എനിക്ക് വലിയ സങ്കടമായിരുന്നു. പിന്നെ അതേപോലെ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ പോകുമ്പോഴും ഈ സീറ്റിൻ്റെ മുകളിൽ പത്രമൊക്കെ. എന്നിട്ട് ഞാൻ ആ പത്രം വാങ്ങിയിട്ട് എൻ്റെ നിന്ന് സോപ്പ് വാങ്ങുന്ന ഈ കൊറിയർ അയച്ചു കൊടുക്കുന്ന അവർക്കൊക്കെ ഞാൻ അതിൽ ഈ പത്രം ഇട്ട് കൊടുക്കും. അവരോട് ഞാൻ പറയും ഇങ്ങനെ കൃപാസനത്ത് പത്രം വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ. കൂടുതലും നമ്മൾ പത്രം അങ്ങനെ അവരോട് ഇത് കത്തിക്കരുത്, വായിക്കരുത്. ഇപ്പോഴും എൻ്റെ ബാഗിൽ ഞാൻ കച്ചവടത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗിൽ ഇപ്പോഴും നിർമ്മിച്ച പത്രം എനിക്ക് കിട്ടിയിട്ട് ഞാനെടുത്ത് ഈ കൃപാസനത്തിൻ്റെ ഒരു സഞ്ചിയിൽ ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ ബാഗിൽ നിന്ന് അത് വെച്ച തൊട്ട് പൈസ ഒഴിയാത്ത സമയമില്ല. അപ്പോൾ അത് കാരണം കത്തിക്കാനും എനിക്ക് പേടിയാണ്. അത് കാരണം ഞാൻ അതിപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുക. വീണ് കിട്ടിയ നിർമ്മിച്ച പത്രം അത് കൃപാസനം പത്രമായ കാരണം എനിക്ക് കളയാൻ തോന്നൂല. അങ്ങനെ എല്ലാ അനുഗ്രഹം അമ്മ മാതാവ് തന്നതിന് ദൈവപിതാവിനും അമ്മ മാതാവിനും കർത്താവ് ഈശോമിശിയും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ വീണ്ടും എൻ്റെ ഈ ഉടമ്പടി എൻ്റെ നിത്യത വരെ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാം. നിത്യതയിലും എനിക്ക് അമ്മയുടെ ഈശോയുടെ ഒപ്പം കൂടെ ഇരിക്കുവാനും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9 വാക്യങ്ങൾ. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഓമന കോഴിക്കോട് തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അമ്മയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് എല്ലാം വ്യക്തമായിരുന്നു. എപ്രകാരമാണ് പരിശുദ്ധ അമ്മ ഇടപെടൽ ഓമനയുടെ ജീവിതത്തിൽ, ഈ അമ്മയുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായെന്നുള്ളത്. തനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണെങ്കിലും ജോസഫച്ചൻ്റെ കൈവെപ്പിലൂടെ തനിക്കത് പൂർണ്ണമായിട്ട് രോഗസൗഖ്യമായിട്ട് മാറുകയും ചെയ്തു. എന്നാൽ തൻ്റെ നിയോഗങ്ങളെക്കാൾ ഉപരി പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു സംരക്ഷണയിലും ആ ഒരു ജീവിത രീതിയോട് ചേർന്നുകൊണ്ടാണ് ഈ അമ്മ കടന്നു പോവുക. കാരണം വാക്കുകളിൽ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യം എന്നോണമാണ് ഈ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. കാരണം തൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും വലിയൊരു സാക്ഷിയായിട്ട് മാറുകയാണ് ഈ അമ്മ. കാരണം പരിശുദ്ധ അമ്മയെ എത്രമാത്രം സ്നേഹിക്കാമെന്നും താൻ എഴുന്നേൽക്കുമ്പോഴും വചനം കേട്ടുകൊണ്ടും കിടക്കുമ്പോഴും വചനം കേട്ടുകൊണ്ടാണ് പോകുന്നു പറയുമ്പോഴും. കാരണം
ഈ അമ്മയുടെ ഒരു കാര്യപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്. 2 GB ഈ നെറ്റ് 2 മണിക്കൂർ കാണേണ്ട അച്ഛൻ്റെ ധ്യാനങ്ങൾ 4 മണിക്കൂർ കൊണ്ടാണ് കണ്ടു തീർക്കുന്നത്. കാരണം അത്രമാത്രം പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയോടുള്ളൊരു സ്നേഹം തന്നെയാണ് ഈ അമ്മയെ അൾത്താരയ്ക്ക് മുമ്പിൽ സാക്ഷിയായിട്ട് നിർത്താനായിട്ട് പരിശുദ്ധം അനുഗ്രഹിക്കുക ചെയ്തത്. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ അമ്മയ്ക്ക് ചുറ്റുമുള്ളവരിലേക്ക് ഒരു അമ്മയുടെ വാത്സല്യം പകർന്നു കൊടുക്കുവാനും അതോടൊപ്പം അത് അനുഭവിക്കുവാനും ഇനിയും പരിശുദ്ധ അമ്മ ഈ അമ്മ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ വീണ്ടും പരിശുദ്ധമായ പ്രത്യക്ഷ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.